വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. സംവിധായകനായും നടനായും മലയാള സിനിമയെ പുതുതലങ്ങളിലേക്ക് എത്തിച്ച ഇവരുടെയും പ്രിയപ്പെട്ട അഭിനേതാവ് നിരൻ മുരളിയും ജയദേവയും അഭിനയിച്ച എല്ലാ ചിത്രങ്ങളിലും തന്റേതായ കയ്യൊപ്പം പതിപ്പിച്ച പ്രിയപ്പെട്ട താരം ശ്രീ ബേസിൽ ജോസഫിനെ എല്ലാവർക്കും നമസ്കാരം. എത്രയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. എന്ത് കാര്യത്തിലാണ് ടെൻഷൻ? കുറേ പേര് ഇവിടെ ഇരിക്കുന്ന ഒരു സദസ്സ് എന്ത് സംസാരിക്കും എന്നോർക്കുന്ന ടെൻഷനുണ്ട്. ഇന്നൊന്ന് ആദ്യമായിട്ടാണ് പൊതുപരിപാടി എന്തുകൊടുക്കുന്നത്, അതിൻ്റെ ടെൻഷനുണ്ട്. ഒരു അരമണിക്കൂർ കൊടുക്കാൻ അപ്പോൾ കാര്യം അങ്ങോട്ട് പോകും, കസാല ഇങ്ങോട്ട് മാറും, കുറച്ച് സമയം എടുക്കും. ഇങ്ങനെയാണ് മനസ്സിലാക്കിയത് ആധുനിക കേരളത്തെ ഏറ്റവും മികച്ച കണ്ടുകൊടുക്കുന്ന പറയുന്നത് ഈ മുമ്പ് നോക്കിക്കേട്ടാനുള്ള വെൽറ്റാണ്. അതിൻ്റെ വെൽത്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ ഈ ഒരു വേദിയിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചത് വലിയ സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിലും ഇപ്പോൾ ടെക്നോ പാർക്കിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ തിരുവനന്തപുരമായിട്ട് കുറേ കാലം 7 വർഷത്തോളം ഇവിടെ കറങ്ങി നടന്നതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തവണ ഓണം എങ്ങനെ ആഘോഷിക്കും, എന്ത് ചെയ്യും ആലോചിക്കുമ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ഉള്ളത്. അപ്പോ ഉച്ചയ്ക്ക് നിയമസഭയുടെ മുമ്പിൽ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ പോലീസ് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഇന്ന് അവിടെ പോയത് മുഖ്യമന്ത്രിയോടൊപ്പം സത്യ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ പോലീസ് സംഘടനയോടെ ഇങ്ങനെ വന്ന് തുടങ്ങി. ഇതൊക്കെ കണ്ട് പല എക്സ്പീരിയൻസ്. അതുകൊണ്ട് സത്യമായിട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഓണത്തെ കുറിച്ച് എന്ത് പറയണം എന്ന് ആരെങ്കിലും ഇങ്ങനെ തൊട്ട് ആലോചിച്ച് തുടങ്ങിയതാണ്. ഓണം നമ്മുടെ ദേശീയോത്സവമാണ്. ഓണത്തെ കുറിച്ചാലോചിക്കുമ്പോൾ എന്റെ ചെറുപ്പകാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്നൊക്കെ പറഞ്ഞ് തുടങ്ങണമെന്നുണ്ട്, പക്ഷെ കാര്യമില്ല തോന്നുന്നു. ഇവിടെ വന്നിട്ട് എന്ത് പറയുന്ന കാലം ബാക്കിംഗ് സ്റ്റേജിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് പറയും ആലോചിച്ച് പകച്ചു നിൽക്കുകയായിരുന്നു. അപ്പോ ഹോട്ടലിൽ വെച്ചിട്ട് ജയഗോപൻ സാറ് കണ്ടു. അപ്പൊ അദ്ദേഹമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പറഞ്ഞോളൂ എന്ന് വിചാരിച്ചു. അദ്ദേഹം വന്നിട്ട് ഈ മലയാളം അറിയാതെ ഞാനേ എന്റെ ദിവസം ശരിയാവുന്ന ആ സാറ് സൂപ്പറാക്കിയിട്ട് തമിഴിലൊക്കെ. അപ്പോ ഇപ്പോഴും എനിക്ക് പിടി കിട്ടിയിട്ടില്ല എന്താണ് പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കാം. എന്തായാലും ഒരു കാര്യത്തിൽ ഒരു എതിരഭിപ്രായമില്ല. ഓണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കമ്മ്യൂണൽ ഹാർമണിയുടെ ഏറ്റവും വലിയ പ്രതീകം തന്നെയാണ്. അതിലൊരു സംശയമില്ല. ഒരു സിനിമയിൽ ഒരു ഇന്റർവൽ ബ്ലോക്ക് വരുന്ന പോലെയാണ് ഓണം. ഒരു ഇളവേളം, അതായത് തിരക്ക് പിടിച്ച ജീവിതം എല്ലാവരും ജോലിയും തിരക്കുമൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബൈക്ക് എടുത്ത് നല്ല ഓണപ്പുഴയെ ജോലിമുണ്ട കൊടുത്ത് സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ റോഡിലൂടെയൊക്കെ പോകുമ്പോഴൊക്കെ റീൽ എടുക്കുന്ന ആൾക്കാർ പോകുമ്പോഴും ഫോട്ടോ എടുക്കും. കുറേ റോഡിലൂടെ പോകുമ്പോഴൊക്കെ ഇനി പ്രത്യേകിച്ച് ഈ വർക്കിംഗ് അവസാനത്തെ ഓണത്തിന് മുമ്പ് അവസാനത്തെ വർക്കിംഗ് ആയാലും എല്ലാ ഓഫീസുകളിലും ഒക്കെ ഓണം സെലിബ്രേഷൻ ആണ്. എല്ലാവരും ഓണം പറയുകയും ആഘോഷങ്ങളൊക്കെ ആയിട്ട് ജാതി മത ഭേദമന്യേ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഈ ഒരു ഐക്യം തന്നെയാണ് മുന്നോട്ടുള്ള യാത്രയിലൊക്കെ കേരളം എന്നുള്ള ഒരു സ്റ്റേറ്റ് സംബന്ധിച്ചിടത്തോളം മറ്റ് ഉള്ളവർക്കൊക്കെ അസൂയാവഹമായിട്ടുള്ള അച്ചീവ്മെന്റ്സ് നമുക്ക് നേടാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത്. അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളം എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ്, എഡ്യൂക്കേഷനിലാണെങ്കിലും ഹെൽത്തിലാണെങ്കിലും എന്റർടൈൻമെന്റിലാണെങ്കിലും ഇപ്പോൾ സിനിമ മോഹൻ സാർ പറഞ്ഞതുപോലെ എല്ലാവരെയും
അനുഭവങ്ങൾ നോക്കിക്കാണുന്ന ഒരു ഇൻഡസ്ട്രി മലയാള സിനിമ. അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും കേരളം മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളെല്ലാവരുടെയും ഇവിടെ അംഗീകരിക്കാനും ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാകുന്നു. ആ ഐക്യം നമ്മൾ ഏറ്റെടുത്ത് വളരെ അഭിമാനത്തോടെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ വിജയം. അപ്പോൾ ഈ ഓണം പോലുള്ള ഒത്തുചേരലുകൾ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലുകളോ അല്ലെങ്കിൽ പ്രശ്നമോ ഉണ്ടാകുമ്പോൾ മലയാളികളൊക്കെ എല്ലാം പറഞ്ഞിട്ട് എല്ലാവരും ഒത്തുകൂടാറുള്ളത് അതിന്റെ ഫെസ്റ്റിവൽ വേർഷനാണ് ഓണം. തീർച്ചയായിട്ടും ഇത് കേരളത്തിന്റെ ഒരു വളർച്ചയ്ക്ക് സർക്കാരിന്റെ നല്ല സർക്കാരിന്റെ വളർച്ചയ്ക്ക് ഒക്കെ നമ്മുടെ ഈ ഐക്യവും ഇതുപോലുള്ള ഒത്തുചേരലുകൾ കണ്ണൂരിൽ എല്ലാവരും ഒരുമിച്ചുള്ള ഒത്തുചേരലുകൾ ഒരു സഹോദരമാവട്ടെ. ഒരു കൂടി നല്ല പോലുള്ള ഗീതങ്ങളുടെ ഭാഗത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരുപാട് വളർച്ച അദ്ദേഹത്തിന്റെ ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം രവി മോഹൻ സാറിനോടൊപ്പം രവിമോഹൻ സാറിനോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. അദ്ദേഹത്തോടൊപ്പം സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചു. വളരെ വെൽക്കമിങ് ആയിരുന്നു. മലയാളം സിനിമയിൽ നിന്നുള്ള ഒരാൾക്കെന്നുള്ള രീതിയിൽ ഭയങ്കര വെൽക്കമിങ് ആയിട്ടാണ് അവിടെ എല്ലാവരും സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഒരുപാട് സിനിമ കണ്ടു വളർന്നുള്ള ഒരാളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു സ്റ്റേജ് പങ്കെടുക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ഒപ്പം സാർ റിയാസ് സാർ അതുപോലെ ജെൻസി മേയർ ഞാനൊരു ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. മലയാളം പുള്ളി പറഞ്ഞു ഇനിയിപ്പോ പറഞ്ഞ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഇഷ്ടത്തോടും നന്ദി സ്നേഹവും ഇതുവരെയുള്ള സാധിച്ചത് മലയാളിക്ക് കേരള സർക്കാരിന്റെ നന്ദി അറിയിക്കുന്നു. എല്ലാ മലയാളികൾക്കും അതിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിലെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയ പ്രിയപ്പെട്ട Thank you for watching.